രൂപങ്ങളിൽ നിൽക്കുന്നതാണ്. അത് രൂപം കൊണ്ടും ഭാവം കൊണ്ടും വേഷം കൊണ്ടും സബ്ജക്റ്റ് വൈസും എല്ലാം അങ്ങനെയല്ലേ. കാരണം ഒരെണ്ണം പോലീസ് ഓഫീസറുടെ ലൈഫാണ്. അതിൽ നിന്നെല്ലാം ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മെൻ്റലിസ്റ്റിൻ്റെ ക്യാരക്ടറാണ് ഇപ്പുറത്ത്. അതിന് മുടി എല്ലാം ഷേവ് ചെയ്ത്, കാരണം അത് എൻറ്റർലി ഡിഫറെൻ്റ് ആണ് എന്തൊക്കെ വന്നാലും. പിന്നെ ഇപ്പോൾ കാസ്റ്റിംഗ് ആണെങ്കിലും അങ്ങനെയല്ലല്ലേ, എല്ലാ കാസ്റ്റിങ്ങും ഇപ്പോൾ ഇപ്പുറത്ത് അജു വർഗീസ്, പിന്നെ എന്താ പറയുക GP, ഷറാഫുദ്ദീൻ, ധർമ്മജൻ, പിന്നെ പുതിയ കുട്ടികളുണ്ട്, ശ്രുതി രാമചന്ദ്രൻ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, പിന്നെ അതുപോലെ തന്നെ ശരണ്യ മേനോനുണ്ട്. അപ്പോൾ അങ്ങനെ എൻറ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാസ്റ്റിംഗ് ആണ് ഇത്. അവിടെയാണെങ്കിൽ ഫുൾ ഹ്യൂമറസ് ആയിട്ടുള്ള ആളുകളാണ്. ജോജു ഉണ്ടെങ്കിൽ, പിന്നെ ഇപ്പുറത്ത് സുധി കോപ്പ, നമ്മുടെ ജിംബ്രൂട്ടനുണ്ട്, സൈജു കുറുപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇപ്പുറത്ത് വേറൊരു നീണ്ട നിര മൊത്തം ഹ്യൂമറസ്, സുനിൽ സുഗതയുണ്ട്. അപ്പോൾ കാസ്റ്റിങ്ങിലാണെങ്കിലും സബ്ജക്റ്റ് വൈസ് ആണെങ്കിലും എല്ലാം, പക്ഷേ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ഹ്യൂമറാണ്. ഇവിടെ എനിക്ക് ഭാഗ്യനായകനുണ്ടോ എന്നറിയില്ല. കാരണം സിനിമ നന്നാകുമ്പോഴേ സബ്ജക്റ്റ് നല്ല സബ്ജക്റ്റ് ആകുമ്പോൾ ജോഡി ശ്രദ്ധിക്കപ്പെടുന്നതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സിനിമ കഥ കാര്യമായിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ എത്ര ലക്കി പേർ വന്നാലും ഓടാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ശിവദ എന്ന് പറയുന്നത് ബ്രില്യൻ്റ് ആക്ട്രസ്സാണ്. മലയാളത്തിൽ ഇനിയും കുറേ നല്ല കഥാപാത്രങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന കുട്ടിയാണ്. ഇവിടെ നിന്നൊരു സിനിമ ചെയ്തിട്ട് നേരെ തമിഴിലേക്ക് പോയി, പിന്നെയും നമ്മൾ സുധിയിലേക്ക് വന്നു. തമിഴും കുട്ടി പാരലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് അത് തന്നെയാണ്. ഇപ്പോൾ ഇതിനകത്ത് ത്രൂ ഔട്ട് ഒരു ഹീറോയിൻ ഓറിയൻറ്റഡ് സിനിമയോ കാര്യങ്ങളൊന്നുമല്ല, പക്ക ഫൺ മൂവി. പക്ഷേ അതിനകത്ത് ഒരു ശ്രദ്ധിക്കപ്പെടുന്ന നോട്ടബിൾ ക്യാരക്ടറാണ് ഈ പറഞ്ഞതുപോലെ ശിവദ ചെയ്തിട്ടുള്ളത്. പക്ഷേ ആക്ഷൻ ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തേക്കണം. എൻ്റെ അമ്മ നക്ഷത്രത്തിൽ പോയി ഞാൻ വിചാരിച്ചത് കാരണം ഈ കറങ്ങി വരുന്ന ഷോട്ടൊക്കെ ഉണ്ട്, കറങ്ങി വന്ന് കിക്ക് ചെയ്യുന്ന ഷോട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് ഇതിന് ഇത്രയെങ്കിലും നന്നായിട്ട് ഞാൻ ചെയ്താൽ മതിയായിരുന്നു. കാരണം പിന്നെ പറയുക ചേട്ടാ ഹീറോയിൻ ഇതിനേക്കാളും നന്നായിട്ട് ചെയ്തല്ലോ ചേട്ടാന്ന് വെച്ചാൽ പിന്നെ ആത്മഹത്യ ചെയ്താൽ മതി. അപ്പോൾ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആക്ട്രസ്സായിട്ട് തോന്നി, ഉൾക്കൊണ്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു ആക്ട്രസ്സായിട്ട് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾ ഇതിനെക്കുറിച്ച് വ്യക്തമായ അറിവുള്ള ആളാണെങ്കിലും അറിവില്ലാത്ത ആളാണെങ്കിൽ അയാളെ കംഫർട്ടാക്കണം. അറിവുള്ള ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഇതാണ് തോന്നിയിട്ടുള്ളത്. കാരണം അയാളുടെ ചിന്തയിലൂടെ പോകാത്തത് ചിലപ്പോൾ എൻ്റെ ചിന്തയിലൂടെ പോകും. അതിങ്ങനെയും കൂടി അയാൾ പറഞ്ഞാൽ നന്നാവുന്നു. അത് എക്സ്പീരിയൻസാണ്. അപ്പോൾ അതിങ്ങനെ പറഞ്ഞൂടെ എന്ന് ചിലപ്പോൾ നമ്മൾ തന്നെ പറയും. അതിന് നല്ലൊരു സൗഹൃദം വേണം. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന എല്ലാവരുമായിട്ട് ഞാൻ നല്ല സൗഹൃദത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ക്യാരക്ടറിനെ കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സൗഹൃദം ഉള്ളതിൻ്റെ പേരിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കാൻ പറ്റും, കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, റിസൾട്ടും ഉണ്ടാവും. അത് എല്ലാവരും തമ്മിൽ, ഡയറക്ടർ തമ്മിലാണെങ്കിലും ക്യാമറാമാൻ തമ്മിലാണെങ്കിലും എന്താണെങ്കിലും ആ ഒരു സിങ്ക് എല്ലാവരും തമ്മിൽ വേണമെന്നേ, എന്നാലേ പ്രൊഡക്റ്റ് നന്നാവുള്ളൂ. അതറിയോ, ഒരു നാഷണൽ അവാർഡ് കിട്ടിയത് കൊണ്ട് ഒരു ഫുൾ സ്റ്റോപ്പൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നാഷണൽ അവാർഡ് ഒരു കോമ മാത്രമാണ്. അവിടെ നിന്ന് എത്രയോ യാത്ര പോകാനുണ്ടല്ലേ. അത് കിട്ടി, ഞാൻ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തതിന് ദൈവം കൊണ്ട് തന്ന ഒരിത് മാത്രമാണ്. പക്ഷേ അത് വെച്ചിട്ട് എനിക്ക് ബാക്കിയുള്ളതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാഷണൽ അവാർഡ് വിന്നർ അഭിനയിക്കുന്നു അതൊന്നുമില്ല. അത് നമ്മുടെ മനസ്സിൽ പോലും വരാനും പാടില്ല. ക്യാരക്ടർ എന്തോ അതുമാത്രം എൻ്റെ മനസ്സിൽ ആ ചിന്ത വരാറുള്ളൂ. അപ്പോൾ പുരസ്കാരങ്ങൾ എപ്പോഴും ഷെൽഫിലിരിക്കേണ്ടതാണ്, തലയിലിരിക്കേണ്ടതല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് അവിടെ തന്നെ ഇരിക്കട്ടെ. ഒരു സിനിമയിലും നാഷണൽ അവാർഡിന് വേണ്ടിയിട്ട് അഭിനയിക്കാതിരിക്കട്ടെ, നാഷണൽ അവാർഡ് പിടികൂടിയിട്ടും അഭിനയിക്കാതിരിക്കട്ടെ. കഥാപാത്രം മാത്രം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥനയുള്ളൂ. അതുതന്നെയാണ് പ്രേതത്തിലും ഇടിയിലൊക്കെ ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. ഓഫ്കോഴ്സ് തെറ്റുകളുണ്ടാവും. ആ തെറ്റുകൾ മറ്റുള്ളവർ കണ്ടുപിടിക്കേണ്ട തെറ്റുകളല്ലാതെ എനിക്ക് കണ്ടുപിടിക്കേണ്ട തെറ്റുകളാണെങ്കിൽ അതിനകത്ത് ഇതുണ്ടാവുള്ളൂ. മറ്റേതെന്ന് വെച്ചാൽ വലിയൊരു തെറ്റാണ്, മറ്റുള്ളവർക്കും കൂടി മനസ്സിലാവുന്നത്. മറ്റേത് നമുക്ക് മാത്രം മനസ്സിലാവുന്ന തെറ്റുകളുണ്ട്. അത് എല്ലാ സിനിമയിലും ഉണ്ടാവും. അതെല്ലാവർക്കും ഒരു ആരാ വന്ന് അഭിനയിച്ചാലും അയ്യോ കുറച്ചുകൂടി നന്നാക്കായിരുന്നല്ലേ എന്ന് തോന്നൽ വരും. അതാർക്കും വരും. ഇല്ല, കേരള സ്റ്റേറ്റ് അവാർഡ് എനിക്കുണ്ടായിരുന്നല്ലോ. സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നാഷണൽ അവാർഡ് എനിക്കുണ്ടായിരുന്നു. ഞാനതിൽ ഹാപ്പിയാണ്. ഞാൻ പിന്നെ അവാർഡിന് വേണ്ടി അഭിനയിക്കുന്ന ഒരു ആക്ടറല്ല എന്നുള്ളതാണ്. അത് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ളത് തേടി വരണത് തേടി വരട്ടെ, അത്രേ ഉള്ളൂ.